ലയൺസ് ക്ലബ് ചാലക്കുടി സമൂഹത്തിനോടുള്ള സേവന പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഒക്ടോബർ ആദ്യവാരത്തിൽ സൗജന്യമായി ക്യാമ്പ് നടത്തി കൃത്രിമക്കാലുകൾ നൽകുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 സഹകരിച്ച് ഉടനടി നടത്താനുദ്ദേശിക്കുന്ന മറ്റ് പ്രധാന പദ്ധതികളെക്കുറിച്ചും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. തൊഴിൽ പോർട്ടൽ ജോലി തേടുന്നവർക്കും തൊഴിൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ലയൺസ് വർക്ക് സൈറ്റിൽ നിർധനരായ 25-നും 40-നും ഇടയ്ക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗജന്യ പരിശീലനവും യൂണിഫോമും താമസവും സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാങ്കേതിക സഹായവും നൽകുന്ന പദ്ധതി നടപ്പിലാക്കും. ഭവന നിർമ്മാണ പദ്ധതി 4 ഭവനരഹിതർക്കായി വീടുകൾ കേരള മൾട്ടിപ്പിളുമായി സഹകരിച്ച് ചെയ്തു കൊടുക്കുന്നു. സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയയും ചാലക്കുടി ഐവിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് ഈ മാസം നടത്തുന്നു. സൈറ്റ് ഫോർ കിഡ് ക്യാമ്പ് SFK കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന അന്താരാഷ്ട്ര പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ക്യാമ്പ് നടത്തി സൗജന്യ ശസ്ത്രക്രിയയും കണ്ണടയും വിതരണം ചെയ്യുന്നു. വിശപ്പിനെതിരെ തൃശ്ശൂരിൽ നടത്തുന്ന ലയൺസ് ഭക്ഷ്യസഹായ പദ്ധതിയായ മന്ന പദ്ധതി വഴി 400 പേർക്ക് സെപ്റ്റംബർ 21 സൗജന്യ ഭക്ഷണം കൊടുക്കുന്നു. കൂടാതെ ലയൺസ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഓണസമ്മാനമായി ഓണക്കിറ്റും വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന പദ്ധതികളുമായുള്ള സേവനങ്ങൾക്ക് താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഫോൺ നമ്പർ 9447707572, ഫോൺ നമ്പർ 8592040969 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. സമൂഹത്തിന്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലയൺസ് ക്ലബിന്റെ ലക്ഷ്യമെന്നും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായാണെന്നും ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി ലയൺസ് ക്ലബ് ഭാരവാഹികളായ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി, സാജു ആന്റണി പാത്താടൻ, മുൻ മൾട്ടിപ്പിൾ ചെയർമാൻ ജെയിൻ ചിറ്റ്ലപ്പള്ളി, SFK ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ആൻഡോ ചെറിയാൻ, GMT കോർഡിനേറ്റർ ബിജു പെരേപ്പാടൻ, GST കോർഡിനേറ്റർ ഹാരി ജെ മാളിയക്കൽ, റീജിയണൽ ചെയർപേഴ്സൺ എന്നിവർ അറിയിച്ചു. ഏകദേശം 25 വർഷമായിട്ട് ലയൺസ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ആർട്ടിഫിഷ്യൽ ലിംബ്. നമുക്കറിയാം, ആ ഒരു കാലുകൾക്കും കൈകൾക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഏറ്റവും വലിയൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ഡിസ്ട്രിക്ട് 318D 25 വർഷമായി നടത്തുന്നത് പാലക്കാടുള്ള ഒരു 4 ടൗൺ ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബ്ബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത്. ഈ വർഷം 100-ലധികം കാലുകളാണ് ഡിസ്ട്രിക്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മെയിൻ പോർട്ട്ഫോളിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു സ്കീം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലബിൽ നിന്ന് നമ്മൾ ആൾക്കാരെ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ മുട്ടിന് താഴെയുള്ള കാലിന് 7,000 രൂപയും ഫുള്ളായിട്ടുള്ള കാലുകൾക്ക് 12,000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്നാൽ ഡിസ്ട്രിക്ട് ഇത് ഫ്രീ ആയിട്ട് 100 പേർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾ വഴിയോ മറ്റുള്ള ആൾക്കാർ വഴി കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് ഒറ്റ ദിവസത്തെ ഒരു പ്രൊജക്റ്റാണിത്. രാവിലെ ഇവിടെ നിന്ന് അവരെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു, മെഷർമെന്റ് എടുക്കുന്നു, കാലുകളുടെ അളവൻസ് മോൾഡ് ചെയ്യുന്നു. വൈകുന്നേരം അവരെ ഇത് കാല് പിടിപ്പിച്ച് നടത്താനുള്ള പ്രാക്ടീസ് ചെയ്ത് തിരിച്ച് രാവിലെ നിന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ആൾക്കാർ വൈകുന്നേരം വീട്ടിലേക്ക് നടന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിന് പ്ലാൻ ചെയ്യുന്നത്. പുറത്ത് രാജസ്ഥാനിലൊക്കെയാണ് മുൻപ് കാലുകൾ നമ്മൾ വെക്കാൻ പോയിരുന്നത്. അവിടെ 60,000-70,000 രൂപയാണ് ഒരു കാല് വെച്ച് കൊടുക്കുന്നതിന് ചാർജ് ചെയ്യുന്നത്. ഇത് വെറും 12,000 രൂപയ്ക്ക് നടക്കാൻ പറ്റാത്ത ആളെ വീട്ടിൽ നടത്തിയെത്തിക്കുക എന്നുള്ളതാണ് ലയൺസ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലയൺസ് ക്ലബിന്റെ ഒരു വളരെ നോവൽ പ്രോജക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് പോർട്ടൽ തൊഴിൽ ദാതാക്കൾക്കും തൊഴിൽ അന്വേഷകർക്കും വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ്. അപ്പൊ തൊഴിൽ ആവശ്യമുള്ളവർക്ക് അവിടെ അതിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തൊഴിൽ കൊടുക്കാനുള്ള കമ്പനികൾക്കും അതിൽ രജിസ്റ്റർ ചെയ്യാം. ഇതിന്റെ ഒരു പ്രത്യേകത 18 മുതൽ 44 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് ഇതിന്റെ അവസരം കൊടുക്കുന്നത്. അതിന്റെ ഫ്രീ ട്രെയിനിങ്, ഫ്രീ യൂണിഫോം, ഫ്രീ താമസം ആൻഡ് ഭക്ഷണം, ഇതിനുശേഷം അവർക്ക് അവർ പഠിച്ച തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കാനുള്ള സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും ലയൺസ് ക്ലബ്ബ് ചെയ്തു കൊടുക്കുന്നു. ഡിസ്ട്രിക്ട് ലെവലിൽ 3 തൊഴിലുകളാണ് നമ്മൾ പുരുഷന്മാർക്ക് പരിശീലനം കൊടുക്കുന്നത്, 18-നും 44-നും ഇടയ്ക്കുള്ളത്. ഒന്ന് മൊബൈൽ TV റിപ്പയറിംഗ്, CCTVയുടെ മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് 2-വീലർ മെക്കാനിക്. ഇങ്ങനെ 3 മേഖലകളാണ്. അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് ശേഷം, ഇപ്പോൾ ഓണം കഴിഞ്ഞല്ലോ നമ്മളുടെ ഇന്നലെ, അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ ആവശ്യക്കാരുടെ നമ്പർ, അതായത് റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ ഓരോ കോഴ്സുകളും ആരംഭിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് 3 കോഴ്സുകളാണ്. അതുപോലെ തന്നെ ഒന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സ്, 2 ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നത്, 3 ടൈലറിംഗ്. ഈ 3 മേഖലകളിലാണ് സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കുക. ഇത് പരിപൂർണമായിട്ടും സൗജന്യമാണ്. ഇതിന് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതകളില്ല, പിന്നെ സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നുമില്ല.
ആരാണോ ആവശ്യപ്പെടുന്നവർ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്ട്രിക്റ്റിലേക്ക് അയച്ച് അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കോഴ്സുകളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതിക്ക് അനുസരിച്ച് അവർ വിളിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ ഉള്ളത്. നിർധനരായ വ്യക്തികൾക്ക് ഭവനം വെച്ചു കൊടുക്കുന്ന പദ്ധതി നമുക്ക് ഇതുവരെ 4 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. 4 വീടുകളാണ് നമ്മൾ ഈ വർഷം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കേരള മൾട്ടിപ്പിൾ കേരളത്തിലെമ്പാടുമായുള്ള 800 ലയൺസ് ക്ലബ്ബുകൾ വഴി 250 പ്ലസ് 50 300 വീടുകളാണ് ഈ വർഷം വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 4 വീടുകൾ ഭാഗ്യം കൊണ്ട് നമ്മുടെ ക്ലബിൻ്റെ വകയായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയോ അനുവദിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ CSR കമ്പനികളുടെ CSRുമായിട്ട് മണപ്പുറം ഫൗണ്ടേഷൻ്റെയും കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻസിൻ്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. 4 അപേക്ഷകൾ സ്വീകരിച്ച് കിട്ടിക്കഴിഞ്ഞു. അത് നമ്മൾ പ്രോസസ്സിങ്ങിലാണ്. ആ വീടുകൾ ഈ വർഷം തന്നെ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒരു പദ്ധതി ഇടുന്നത്. മന്ന എന്ന പദ്ധതി തൃശ്ശൂർ കോർപ്പറേഷനും ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ നമ്മുടെ ഡിസ്ട്രിക്റ്റുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയാണ്. വിശപ്പിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് വിശപ്പ് രഹിത തൃശ്ശൂർ എന്ന കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമാണ് ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൻ്റെ അവിടെ ചേർന്നിട്ട് നമുക്കുള്ളത്. സൈറ്റ് ഫോർ കിഡ്സ് എന്നാണ് SFK. സ്കൂളുകളിൽ പോയി ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് അവിടെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് കണ്ണട ഫ്രീ ആയി ലയൺസ് ക്ലബ്ബ് മുഖേന കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 2000 പിള്ളേർക്കാണ് കണ്ണട വിതരണം ചെയ്തത്. ചാലക്കുടി ഏരിയയിൽ തന്നെ 500 ചില്ലാനും കണ്ണട വിതരണം ചെയ്തിട്ടുണ്ടായി. അതാണ് മെയിനായിട്ടുള്ള പ്രൊജക്റ്റ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഒരുവിധം കഴിഞ്ഞു. ഇനി ഐ ടെസ്റ്റ് നടത്തണം. അതിനോടനുബന്ധിച്ച് ഓണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം കണ്ണടകൾ വിതരണം ചെയ്യും. കൂടാതെ ചാലക്കുടിയിൽ ഒരു ഐ ക്യാമ്പ് ഐ വിഷൻ ഹോസ്പിറ്റലായിട്ട് സഹകരിച്ചിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ പ്രോജക്റ്റാണ് വിമുക്തി നമ്മുടെ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതിലേക്ക് ഇപ്പോൾ ഒട്ടനവധി സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല സംഘടനകളും ഉള്ള കുട്ടികളെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ. അപ്പം നമ്മളിന്ന് തുടങ്ങി വയ്ക്കുമ്പോൾ മറ്റുള്ളവരത് ഏറ്റെടുത്തത് അതിന് നല്ലോണം ആക്കിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമാണ്. 57 വർഷമായിട്ട് ചാലക്കുടിയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിറസാന്നിധ്യമാണ് ചാലക്കുടി ലയൺസ് ക്ലബ്ബ്. അത് ഈ വർഷത്തിൽ അതിന് കൂടുതൽ മാറ്റും മിഴിവും നൽകാനായി ഡോക്ടർ ജോർജ് കോലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഒരു മികവുറ്റ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.